ബിഗ് ബോസ് ലൈവിൽ ലാലേട്ടൻ വരാൻ സമയമായപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ബിഗ് ബോസ് 2 ടീമായിട്ട് തിരിഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാനാണ് രണ്ടുപേരോട് പറഞ്ഞേക്കുന്നത്. അത് നല്ല ഫണ്ണായിട്ടായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ അക്ബറിൻ്റെ ടീമിലുള്ളത് അഭിഷേക്, നിവിന, ജിസേൽ, ലക്ഷ്മി, ആര്യൻ, റെന ഫാത്തിമയും ബിന്നിയും. അടുത്ത ടീം ഷാനവാസിൻ്റെ ടീമിൽ അനീഷ്, അനു, ജിസൻ, ആദില, നൂറ, സാബുമോൻ, ഒനേൽ, ഇത്ര പേരാണ് ഷാനവാസിൻ്റെ ടീം. അപ്പോൾ ഷാനവാസ് പറയുന്നു അവർ നമ്മളെ ട്രോളുന്നതായിരിക്കും എടുക്കാൻ പോകുന്നതെന്ന് ഷാനവാസ് പറയുന്നു. അപ്പോൾ അനീഷ് പറയാണ് എല്ലാവരും ഫണ്ണായിരിക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്, എന്നെ ട്രോളല്ലേ, എന്നെ ട്രോളാൻ പാടില്ല. അപ്പോൾ അനുമോൾ പറയുന്നത് ഇല്ല ചേട്ടാ, ചേട്ടനെ ട്രോളത്തെ ഒന്നുമില്ല, സുപ്രഭാതവും ചേട്ടനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയത്തുള്ളൂ, അല്ലാതെ വേറൊന്നും എടുക്കത്തില്ല. ഉടനെ അനീഷ് പറയുന്നത് സുപ്രൂട്ടാന്നൊന്നും വിളിക്കല്ലോ. ഇല്ല ചേട്ടാ, അങ്ങനൊന്നും ഇല്ല ചേട്ടാ. അപ്പം ഷാനവാസ് പറയുന്നത് നമ്മളെ എല്ലാവരും അവർ ട്രോളിക്കൊണ്ടാണ് കഥാപ്രസംഗം ചെയ്യാൻ പോകുന്നതെന്ന് എന്നാണ് ഷാനവാസ് പറയുന്നത്. അക്ബറിൻ്റെ ടീമിൽ ലക്ഷ്മിയും ബിന്നിയും കൂടി ഇരുന്നുകൊണ്ട് പറയുന്ന അന്ന് ചേട്ടനൊരു പാട്ട് തയ്യാറാക്കിയില്ലേ, അത് എങ്ങനെയായിരുന്നു, രേണുവിനെ കുറിച്ചൊക്കെ പാടിയില്ലേ, രേണു ആണ് കണ്ടൻ്റെന്ന് തോന്നുന്നു അക്ബറിൻ്റെ. ഇനി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. 2 ടീമുകാരും ഭയങ്കരമായിട്ട് ഗൂഢാലോചന നടക്കുകയാണ്. ഷാനവാസ് പറയുന്നത് നമ്മളെ ട്രോളിക്കൊണ്ടായിരിക്കും അക്ബർ ചെയ്യാൻ പോകുന്നതെന്ന്. അനീഷ് വീണ്ടും പറയുന്നത് അവരെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ഫണ്ണായിരിക്കണം, എന്നെ ട്രോളാൻ പാടില്ല എന്ന് പറയുന്നത്. അനു വാക്ക് കൊടുക്കുന്നത് ഇല്ല ചേട്ടാ, ആ ചേട്ടനെ അങ്ങനെ ട്രോളത്തില്ല എന്ന് അനു വാക്ക് കൊടുക്കുന്നു. എന്താകുമെന്ന് നമുക്ക് പ്രോഗ്രാം കണ്ടിട്ട് അറിയാം. അപ്പോൾ ലൈവ് അപ്ഡേറ്റിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.